നായരുടെ ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിത പീലി തന്നു എന്റെ ചിറകിനാകാശവും നീ തന്നു നിന്നാത്മശിഖരത്തിലൊരു കൂട് തന്നു ആത്മശിഖരത്തിലൊരു കൂട് തന്നു ഒരു കുഞ്ഞു പൂവിലും തലക്കാത്തിയും നിന്നെ നീയായി നടക്കുന്നതെന്നു വേറെ ജീവനൊഴുകുമ്പോൾ ഒരു തുള്ളി ഒഴിയാതെ നീ തന്നെ നിറയുന്ന പുഴയെന്നു വേറെ വിരീശ്വരാകാശമെന്നു വേറെ ഒരു കൊച്ചു മതമേതെങ്കിലുമാവട്ടെ മാനവരത്തിൽ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ മനസ്സു നന്നാവട്ടെ മതമേതെങ്കിലുമാകട്ടെ മാനവരത്തിൽ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ സൗഹൃദ സിദ്ധികൾ പൂത്താൽ സൗവർണാവ പരന്നാൽ സൗഹൃദ സിദ്ധികൾ പൂത്താൽ സൗവർണാവ പരന്നാൽ സുരഭില ജീവിത മാധുരി വിശ്വം സമസ്തമരുളുകയല്ലോ മതമേതെങ്കിലുമാവട്ടെ മാനവഹൃത്തിൽ ജില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ മനസ്സു നന്നാവട്ടെ മനസ്സു നന്നാവട്ടെ മനസ്സു നന്നാവട്ടെ. ഓരോ വോളണ്ടിയേഴ്സിനെയും ആദരപൂർവ്വം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. മറ്റു കോളേജുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ കോളേജ് താരതമ്യേന വലിപ്പത്തിലും കുട്ടികളുടെ എണ്ണത്തിലും എല്ലാം ചെറുതാണ്. ഇതേ സമയത്ത് തന്നെ പല കോളേജുകളിലും ക്യാമ്പ് നടക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ കോളേജ് സെലക്ട് ചെയ്യുന്നതിൽ പലതരത്തിലുള്ള നമുക്ക് അതിൻ്റെതായ പരിഗണനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ലയൺസ് ക്ലബ്ബിൽ നിന്ന് മാത്രമല്ല, പഞ്ചായത്തിൽ നിന്നാണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നാണെങ്കിലും എല്ലാം നമുക്ക് നല്ല രീതിയിലുള്ള പിന്തുണ കോളേജിന് എക്കാലവും ലഭിച്ചിട്ടുണ്ട്. അപ്പം അത് തുടർന്നും ലഭ്യമായിക്കൊണ്ടിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ യോഗത്തിൽ വന്ന് പങ്കെടുക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടെ ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. ഏറെ അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഇന്ന് ഞങ്ങളുടെ അരുവിത്തർ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഗിരീഷ് സാറിന്റെ ഒരു ആദരവായിരുന്നു ഞങ്ങൾ കണക്കുകൂട്ടി വെച്ചിരുന്നത്. പക്ഷേ ഗിരീഷ് സാർ എന്നോട് പറഞ്ഞു, 27-ാം തീയതിയാണ് ഫുൾ, ഞാൻ ഫ്രീ ആണ്, ഏത് സമയത്ത് പ്രോഗ്രാം വെച്ചോ ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങൾക്ക് 27-ാം തീയതി രാവിലെ നിങ്ങൾ പലരും പോകുന്നതുകൊണ്ടും ക്യാമ്പ് അവസാനിക്കുന്നതുകൊണ്ടും 27-ാം തീയതി സാധിക്കാത്തതുകൊണ്ട് അരുവിത്തർ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിലുള്ള സ്വീകരണം ഞങ്ങൾ സാറിന് പിന്നീട് കൊടുക്കാമെന്ന് ആണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന് സ്വീകരണം കൊടുക്കുവാനായിട്ട് നമ്മുടെ കെ എസ് തോമസ് കടമ്പിലാക്കൽ ചാരിറ്റിയുടെ കൺവീനർ നമ്മുടെ റോയ് സാർ റെഡിയാണ്. ഞങ്ങളുടെ അരുവിത്തർ ലയൺസ് ക്ലബിന്റെ പ്രസിഡന്റും ഡയറക്ടർ ബോർഡ് അംഗങ്ങളും എല്ലാം റെഡിയാണ്. ഡിസ്ട്രിക്ട് V1IPയുടെ ഭാഗമായി ഞാൻ റെഡിയാണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി നല്ല ഗംഭീരമായ ഒരു സ്വീകരണം നിങ്ങളുടെ പ്രിൻസിപ്പളിന് തീർച്ചയായിട്ടും കൊടുക്കും. അതുകൂടാതെ അടുത്ത മാസം 8-ാം തീയതി നമ്മള് വിവിധങ്ങളായ പ്രോഗ്രാമുകൾ, അതായത് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ, അതുപോലെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾ കഴിഞ്ഞവർക്കുള്ള ഭക്ഷ്യധാന്യ കിറ്റ്, മേലുകാവ് പഞ്ചായത്തിലെ ഡയാലിസിസ് രോഗികൾക്ക് ഡയാലിസിസ് കിറ്റുകൾ, ഇങ്ങനെയുള്ള വിവിധങ്ങളായ പ്രോഗ്രാമുകൾ നമ്മുടെ ഹെൻറി ബേക്കർ കോളേജിന്റെ പ്രിൻസിപ്പളിനുള്ള ഏറ്റവും വലുതായ ഒരു നല്ല സ്വീകരണം പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിന് ഇതെല്ലാം കൂടിയാണ് 8-ാം തീയതി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 10ാം ക്ലാസ്സിൽ ഞാൻ ഇവിടെ പഠിച്ചിരുന്ന കാലത്താണ് ഞാൻ ഈ സ്റ്റേജിൽ വെച്ച് ഞാൻ കഴിഞ്ഞ ദിവസത്തെ മീറ്റിംഗിൽ പറഞ്ഞു, സ്നേഹിക്കുകയില്ല ഞാൻ നോവുന്നൊരാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന് ആദ്യമായിട്ട് വയലാറിന്റെ ആ പാട്ടുകളുടെ വരികൾ കേട്ടത് ഞാൻ ഈ സ്റ്റേജിൽ വെച്ചു. അത് ഒരുപക്ഷെ എന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കുമാരകണകൻ സാർ ഞങ്ങളുടെ ക്ലാസ്സിൽ വന്നിട്ട് പറഞ്ഞത് ഈ സ്റ്റേജിൽ വന്നിട്ട് അത് തന്നെ എനിക്ക് റിപ്പീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. സ്നേഹിക്കുകയില്ല ഞാൻ നോക്കുന്നൊരാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെ. അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കുവാൻ സാധിക്കുകയാണെങ്കിൽ അവിടെ മതമുണ്ടാകിയല്ല, ജാതി ഉണ്ടാകിയല്ല, രാഷ്ട്രീയം ഉണ്ടാകിയല്ല. കാരണം അവിടെ മനുഷ്യൻ മാത്രമേ ഉണ്ടാകുകയുള്ളൂ.
അപ്പൊ മനസ്സ് നന്നാകട്ടെ. NSSന്റെ പ്രമാണം നമുക്കറിയാമല്ലോ, മനസ്സ് നന്നാകട്ടെ. നോട്ട് മീ ബട്ട് ബി. ഞാൻ എന്നിലേക്ക് ചുരുങ്ങിയല്ല, നമ്മളാകുകയാണ് NSSലൂടെ. നമുക്ക് എന്തറിയാം, എന്റെ ജോലി, എന്റെ കരിയർ, എന്റെ വീട്, എന്റെ പ്രൊഫഷൻ, എന്റെ സാലറി, ഇങ്ങനെ ഒക്കെ മാറുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ NSSൽ വരുമ്പോൾ യു ആർ ഡെസ്റ്റിൻഡ് ടു സെർവ് അതേഴ്സ്. ഇവിടെ വെച്ച് നടത്തപ്പെടുന്ന ഈ NSS ക്യാമ്പിന്റെ യുവതാര സപ്തദിന സഹവാസ ക്യാമ്പിന് നടത്തുന്ന മോട്ടിവേഷൻ ക്ലാസിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ഏറെ ബഹുമാനീയനായ ജസ്റ്റിൻ സാർ, അതോടൊപ്പം തന്നെ ഇന്നിവിടെ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച ലയൺസിന്റെ ജില്ലാ കോർഡിനേറ്റർ കൂടിയായിട്ടുള്ള ബഹുമാനീയനായ സിദ്ധി പ്ലാത്തോട്ടം അവറുകൾ, നമുക്കെല്ലാവർക്കും അല്പനിമിഷം മുമ്പ് ഇവിടെ നല്ലൊരു മോട്ടിവേഷൻ പകർന്നു തന്ന ബ്രില്യന്റിന്റെ മാത്തമാറ്റിക്സ് വിഭാഗം മെച്ചോട് കൂടിയായ റോയി തോമസ് സാർ, അതുപോലെ തന്നെ ലയൺസ് അരുവിക്കരയുടെ പ്രസിഡന്റ് കൂടിയായിരിക്കുന്ന പ്രിയങ്കരനായ ടിറ്റോ മാത്യു, ബഹുമാന്യനായ ഇരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്തിന്റെ മൂന്നിലവ് ഡിവിഷൻ മെമ്പറും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനുമായിരിക്കുന്ന ശ്രീ സ്റ്റാൻലി മാണി, കുട്ടികൾക്കെല്ലാവർക്കും നല്ല ക്ലാസുകൾ നയിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഏറെ ബഹുമാനപ്പെട്ട മനോജ് ടി ബെഞ്ചമിൻ സാർ, ആന്റണി സാർ, ഇവിടെ ഈ 7 ദിവസവും കുഞ്ഞുങ്ങളെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുന്ന ഇതിന്റെ പ്രോഗ്രാം ഓഫീസർ കൂടിയായ ഉമാറാണി മിസ്, കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം ഒരു NSSന്റെ അംഗമായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും എന്നെ ഇവിടെ വന്നപ്പോൾ ചിന്തിപ്പിച്ച ഒരു കാര്യമെന്ന് പറഞ്ഞാല്, ആ ഓർമ്മകളിലേക്ക് നയിക്കുമ്പോൾ നമ്മുടെ ആ NSSന്റെ പ്രത്യേകതരം പ്രാർത്ഥനാ ഗീതം മനസ്സ് നന്നാവട്ടെ, അതുപോലെ തന്നെ പ്രത്യേകം ക്ലാപ്പ്, ഇതൊക്കെ ഓർമ്മകളിൽ നിന്നും മാഞ്ഞു പോകുന്നില്ല. വർഷങ്ങൾക്ക് ശേഷവും തീർച്ചയായിട്ടും ഇത് പിന്തുടരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഈ ലയൺസ് ഇന്റർനാഷണൽ പോലെ തന്നെ ഈ NSS എന്ന് പറയുന്നത് ഒരു വലിയ സേവന സന്നദ്ധത ഉള്ള ഒരു സംഘടന തന്നെയാണ്. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും അഭിനന്ദിക്കുകയാണ്. ഇതിന് ഈ 7 ദിവസവും ഇവിടെ നിങ്ങളോടൊപ്പം നിൽക്കുന്ന നിങ്ങളുടെ അധ്യാപകരെ എത്രമാത്രം അഭിനന്ദിച്ചാലും മതി വരികയില്ല. ഈ ഒരു അവസരത്തിൽ ഇപ്പം എന്ത് പാട്ടാണ്